5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇതെന്ത് നാടാണ്? ശരി ചെയ്തവൻ മഴയത്ത് നിൽക്കുന്നു, തെറ്റ് ചെയ്തവർ വീണ്ടും ശരി ചെയ്തവരുടെ പിറകെ ആക്രമണമായിട്ട് ഇറങ്ങുന്നു. എന്തൊരു നാടാണിത്? ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ IAS ചേട്ടന്മാരുടെ ചില നല്ല കളികളാണ്. IASലെ ജൂനിയർ IAS ആയിട്ടുള്ള നമ്മളെ കോഴിക്കോട് കളക്ടർ ബ്രോ, ഇപ്പോൾ അദ്ദേഹം കളക്ടറല്ല, അദ്ദേഹം മറ്റ് പോസ്റ്റിൽ ഇരുന്നപ്പോഴാണ് സംഭവിച്ചത്. പ്രശാന്ത്. അദ്ദേഹം ജയതിലകൻ, ഡോക്ടർ ജയതിലകൻ, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ജയതിലകനെതിരെയും അതുപോലെ തന്നെ ഗോപാലകൃഷ്ണനെതിരെയും IASനെതിരെയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അത് വൈറലാകുന്നു. IAS ടീമിൻ്റെ ഇടയിൽ അത് ചർച്ചയാവുന്നു. അവസാനം ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ വയ്ക്കുന്നു. ഒരു 3 അംഗ കമ്മിറ്റിയെ അതിനകത്ത് അന്വേഷണ കമ്മീഷനായിട്ട് വെച്ചു. ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിശ്വനാഥ് സിൻഹ അഡീഷണൽ ചീഫ് സെക്രട്ടറി, പിന്നെ പൊതുഭരണ വകുപ്പ് എന്നുള്ള നിലയിൽ KR ജ്യോതിലാൽ IAS പൊതുഭരണ വകുപ്പിൻ്റെ ACSനെയും കൂടി വെച്ച് 3 അംഗ കമ്മിറ്റി വെച്ചുകൊണ്ട് ഒരു സംവിധാനമൊക്കെ അങ്ങോട്ട് ആലോചിച്ചു. അങ്ങനെ ആ കമ്മിറ്റി കൂടി ഈ സസ്പെൻഷനെ റിവ്യൂ ചെയ്യുന്ന ഒരു കമ്മിറ്റിയുണ്ട്. അങ്ങനെ ഏപ്രിൽ 23 കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു ഇദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ പറഞ്ഞു പ്രശാന്തിനെ. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രശാന്തിൻ്റെ പീരീഡ് കഴിയുമ്പോൾ തിരിച്ചെടുക്കേണ്ടതാണ്. ഇതിനിടയിലാണ് ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ഇതിനിടയിൽ ഈ ജയതിലകനെ കൂടി കമ്മിറ്റിയിൽ വച്ചിരുന്നു നേരത്തെ. പക്ഷേ ജയതിലകനെ പിന്നെ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി. കാരണം അദ്ദേഹം ചീഫ് സെക്രട്ടറി ആണല്ലോ. ശരിക്കും അങ്ങനെയല്ല. നേരത്തെ ഉണ്ടായിരുന്ന കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയും അതായത് നമ്മുടെ ശാരദാ മുരളീധരനും വിശ്വനാഥ് സിൻഹയും KR ജ്യോതിലാലുമാണ്. പിന്നെ ജയതിലകനെതിരെയുള്ള ആരോപണമൊക്കെ ആയതുകൊണ്ട് ജയതിലകൻ ചീഫ് സെക്രട്ടറി ആയപ്പോൾ മുഖ്യമന്ത്രിയുടെ അവിടെ നിന്ന് പറഞ്ഞു രാജൻ ഗോബ്രഗഡെ IASനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 3 അംഗ സമിതിയാക്കി. അപ്പം 3 അംഗ സമിതിയിൽ രാജൻ ഗോബ്രഗഡെ, വിശ്വനാഥ് സിൻഹ, KR ജ്യോതിലാൽ. പിന്നെ ഇതിന് 2 വശത്ത് നിൽക്കുന്നത്, ഒരു വശത്ത് ഗോപാലകൃഷ്ണനും ഡോക്ടർ ജയതിലകും, മറുവശത്ത് പ്രശാന്തും. അത് ഗോപാലകൃഷ്ണൻ ഒന്ന് സൈലൻ്റായി. അദ്ദേഹം ഹിന്ദു ഗ്രൂപ്പൊക്കെ മല്ലൂസൊക്കെ കളഞ്ഞ് അദ്ദേഹം സൈലൻ്റ് ആയതുകൊണ്ട് അത് വീഴുന്നു. പിന്നെ 2 പേർ തമ്മിലായി പോരാട്ടം, ജയതിലക് വേഴ്സസ് പ്രശാന്ത്. അപ്പോൾ ഈ 2 അംഗ സമിതി ആയതുകൊണ്ട് ആ 2 അംഗ സമിതി 3 അംഗങ്ങളാക്കാനാണ് ഗവൺമെൻറ് CM പറയുന്നത്. പക്ഷേ CM ഇത് പറഞ്ഞതിന് ശേഷവും CM വയസ്സൊക്കെ ആയില്ല, ഇനിയിപ്പം പ്രത്യേകിച്ച് നിലമ്പൂർ തോറ്റ കൂടെ സാഹചര്യത്തിൽ ഇനി 3ാം ചാൻസ് വരാൻ സാധ്യതയില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കാം നമ്മുടെ ജയതിലക്. അല്ലെങ്കിൽ തന്നെ ചീഫ് സെക്രട്ടറി ആയിട്ട് വരുന്ന ആളൊക്കെ ചിലപ്പോൾ ഒരു സമാന്തര സർക്കാരൊക്കെ കളിക്കും. പലപ്പോഴും CMൻ്റെ ഉത്തരവൊന്നും അങ്ങനെ ബഹുമാനിക്കണമെന്നോ ആദരിക്കണമെന്നൊന്നുമില്ല, നമ്മുടെ ജനാധിപത്യമല്ലേ. എന്തായാലും ജയതിലക് ഒരു വലിയ കളി കളിച്ചു. മെയ് 5 ഈ 2 പേരെ വെച്ച് യോഗം ചേർന്നു. എന്നിട്ട് അപ്പോൾ 2 പേരെ വെച്ച് യോഗം ചേർന്ന് ചെയ്യുന്നതൊരു ജനാധിപത്യ വിരുദ്ധതയുണ്ടല്ലോ. 2 പേർ ചേർന്നാൽ എങ്ങനെയാണ് ഒരു ജനാധിപത്യം വരിക? അവിടെ മിനിമം 3 പേര് വേണ്ടേ? അപ്പോൾ ഒരു ഭൂരിപക്ഷ അഭിപ്രായം ന്യൂനപക്ഷം വരികയുള്ളൂ. പക്ഷേ അത് സംഭവിച്ചില്ല. 2 പേരെ വെച്ച് വീണ്ടും മെയ് 5 യോഗം ചേർന്ന് 6 മാസം കൊണ്ട് നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദം എടുത്തിട്ടില്ല. കാരണം അതേ IAS ആണ് പ്രശാന്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അനുവാദമൊക്കെ എടുക്കണ്ടേ. ഇതുമൊന്നുമില്ല. ജയതിലകിൻ്റെ ഭാഗം അങ്ങ് ക്ലിയറാക്കി. പ്രശാന്ത് വീണ്ടും മഴയത്ത് തന്നെ നിൽക്കുകയാണ്. ഇത് എല്ലാ ചാനലുകളും വലിയ രീതിയിലൊക്കെ ഇതിനെ ചോദ്യം ചെയ്തു. ഗുരുതരമായ ക്രമക്കേടാണ്. അച്ചടക്ക പരിപാടിയെ അല്ലെങ്കിൽ അച്ചടക്കം ലംഘിച്ചു എന്ന് പറഞ്ഞ് ഒരാളിനെതിരെ നടപടിയെടുക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാ ചാനലുകളിലും വലിയ വാർത്തയായി. ഞാൻ പിന്നെ നിലമ്പൂർ ഇലക്ഷൻ്റെ തിരക്കിൽ നിന്നതുകൊണ്ടാണ് അല്പം താമസിച്ചു പോയത് വീഡിയോ ചെയ്യാൻ. എന്തായാലും പ്രശാന്ത് മഴയത്ത് നിൽക്കുന്നു. ശരി ചെയ്ത പ്രശാന്ത് മഴയത്ത് നിൽക്കുന്നു. തെറ്റ് ചെയ്ത അല്ലെങ്കിൽ പിന്നെ ഇതിന് എന്താണ് ഈ പ്രശാന്തിൻ്റെ ആരോപണങ്ങൾ, നേരത്തെയുള്ള ആരോപണങ്ങൾ കുറേയുണ്ട്. ആ ആരോപണങ്ങൾക്കൊന്നൊരു മറുപടി പ്രശാന്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ശരി ചെയ്തു എന്ന് പറഞ്ഞത്. അല്ല, പ്രശാന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് കണ്ടുപിടിച്ചില്ല. FB പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ടുള്ള കേസ് മാത്രമല്ല. അല്ലാതെ പ്രശാന്തിൻ്റെ മറ്റ് ആക്ടിവിറ്റീസ് അഴിമതിക്കാരനാണെന്നോ മറ്റ് ആക്ടിവിറ്റി ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ശരി എന്നുള്ള പക്ഷത്തേക്ക് നിർത്തിയത്. അങ്ങനെ കുറ്റമൊന്നും കണ്ടുപിടിക്കാത്ത FBയിൽ പോസ്റ്റ് ഇട്ടു എന്നുള്ള മാത്രം കാര്യത്തിന് 6 മാസം എന്തായാലും സസ്പെൻഡ് ചെയ്തല്ലോ. പിന്നെ തിരിച്ചെടുക്കണ്ടേ? അതല്ലേ ഒരു സാമാന്യ മര്യാദ? ഇല്ല. ഇവിടെ വെള്ളിയാഴ്ചയും വ്യവസ്ഥയൊന്നും ഇല്ലാത്തൊരു സമൂഹത്തിൽ എന്ത് പ്രശാന്ത്, എന്ത് ജയതിലക്, വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് തോന്നുന്നത് പോലെ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ആരോട് ചോദിക്കാൻ? ഡോക്ടർ B അശോക് കോടതിയിൽ പോയി, അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലും കോടതിയിലൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അദ്ദേഹം റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. IASകാർക്ക് ഇതാണ് സ്ഥിതിയെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിലമ്പൂർ വന്നിട്ടും ജയതിലകന്മാർ പാഠം പഠിക്കുന്നില്ലല്ലോ.